സീറോ മലബാർ സഭയെ പിടിച്ചു കുലുക്കിയ വ്യാജരേഖ കേസ് പോലീസ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. രണ്ട് മെത്രാൻമാർക്കുൾപ്പെടെ ബന്ധമുണ്ടെന്ന ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളതാണിത്. ഇക്കാര്യം കഴിഞ്ഞ സിനഡിൽ കാർഡിനൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് തള്ളുകയായിരുന്നു. മെത്രാൻമാർ നിഷേധിക്കുകയും ചെയ്തിരുന്നു. വൈദികർ ഉൾപ്പെടുന്ന വൈദികരുൾപ്പെടെ പ്രതികളായാണ് കുറ്റപത്രം എന്നത് അതീവ ഗൗരവമുള്ളതാണ്. പോലീസ് കേസെടുത്ത് കോടതിയിൽ വന്നിട്ടും അതിൽ ആരോപണ വിധേയരായവരെ മാറ്റി നിർത്താതെ അവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സഭാ നേതൃത്വം എടുത്തത്. അല്ലെങ്കിൽ തന്നെ ധാർമ്മികതയുടെ പേരിൽ അന്വേഷണം തീരുന്നതുവരെ മാറി നിൽക്കാൻ പോലും തയ്യാറാകാത്തതിനെ സഭാ സമൂഹം വലിയ ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് വളരെ ദുർബലമായ സഭാ നേതൃത്വം കൂടിയാവുമ്പോൾ. ഈ സാഹചര്യത്തിലാണ് വ്യാജരേഖ കേസടക്കം വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന ആവശ്യം വിശ്വാസികൾ ശക്തമാക്കുന്നത്. എങ്കിൽ മാത്രമേ ചിലപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വരാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപതാ കേന്ദ്രമായി വിവിധ സ്ഥാപനങ്ങളിലൂടെ കോടികളുടെ ബിനാമി ഇടപാടുകൾ നടക്കുന്നുവെന്നും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടെന്നുമുള്ള ശക്തമായ ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. മുൻ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് ഇത് സംബന്ധിച്ച് വത്തിക്കാൻ അയച്ച രഹസ്യ റിപ്പോർട്ട് ചോർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടുന്നത്. വിവിധ സംഘടനകളും ചില വ്യക്തികളും സമരരംഗത്ത് ഇറങ്ങുമെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുമുണ്ട്.